السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഞാൻ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം സ്വലാത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി സ്വലാത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വലാത്ത് മറക്കപ്പെട്ട രഹസ്യമാണെന്ന്. എന്താണ് മറക്കപ്പെട്ട രഹസ്യം? പല രഹസ്യങ്ങളും പരസ്യമാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ സ്വലാത്തിൻ്റെ രഹസ്യം ഒരിക്കലും പരസ്യമാവില്ല. കാരണം അത് മറക്കപ്പെട്ടതാണ്. നമുക്കറിയാം, നമസ്കാരം, റമദാൻ മാസത്തിലെ നോമ്പ്, സകാത്ത്, ഹജ്ജ് എന്നിവയെല്ലാം അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ്. മറ്റിതൊന്നും അള്ളാഹു നിർവഹിക്കുന്നില്ല. മറ്റ് സ്വലാത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു മലക്കുകളും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇതിൻ്റെ അർത്ഥം അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്നല്ല, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വലാത്തിൻ്റെ മഹത്വം. ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് 70 പാരത്രിക ഗുണങ്ങളുണ്ടാവും. അതേപോലെ 30 ദുനിയവിയായ ഗുണങ്ങളും. ഒരു സ്വലാത്തിനിക്ക് 10 ഗുണങ്ങൾ ആഡ് ചെയ്യും, 10 ദോഷങ്ങൾ പൊറുക്കും, 10 ദർജ അവനക്ക് ഉയർത്തപ്പെടും. ഒരു 100 സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിക്ക് എത്രമാത്രം ഗുണങ്ങൾ അവനക്കുണ്ടാവും. അതേപോലെ സ്വലാത്ത് ചൊല്ലുന്നത് കാരണമായി നമുക്ക് ഏകാഗ്രത വർദ്ധിക്കാൻ കാരണമാകും, ഓർമ്മശക്തി വർദ്ധിക്കാൻ കാരണമാണ്, അല്ലെങ്കിൽ മനസ്സിന് പവിത്രത ലഭിക്കാൻ കാരണമാണ്. പിന്നെ മറ്റുള്ള സർവ്വ ജീവജാലങ്ങളോടും ഒരു പ്രത്യേക സ്നേഹവും ദയവും ഉണ്ടാവാൻ കാരണമാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും ഗുണങ്ങളുള്ള ഈ സ്വലാത്ത് നമുക്കും മുറുകെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.